ആളിങ്ങനെ കുടിച്ചിട്ട് റോട്ടിൽ കിടന്നിട്ട് ഒരു പട്ടി വന്നിട്ട് നക്കുന്ന സീന്. ശരിക്കും അത് റിയൽ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥ ലൈഫ് കാണിച്ച ഒരു ഡോക്യുമെന്ററി ചെയ്യാനും മാത്രം ഞാൻ മഹാനൊന്നും അല്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു സംഭവം പറയുമ്പോൾ അത് സിനിമാറ്റിക്കാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ആ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ലിവർ അടിച്ചു പോയിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇതിലെ ജീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ബ്രെയിനെയാണ് ബാധിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു ലെവലിൽ അടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലൂസിനേറ്റഡ് ആയിപ്പോൾ ജീവൻ്റെ വളരെ സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ സൗഹൃദങ്ങളിലോ ഒന്നും ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യന് സ്വന്തം കുഴപ്പം കൊണ്ട് അത് വലിച്ചേറി കളയാണ്. നമ്മൾ പറയല്ലോ ദൈവത്തിന്റെ കൈകൾ അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാൻ ഒരു ആളുണ്ടായിന്നൊക്കെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? തീർച്ചയായിട്ടും എൻ്റെ കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ റിലേറ്റീവ്സ്, അയൽക്കാർ, നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴും കുടിക്കുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അവർ വിളിക്കും, ഷാപ്പിൽ നിന്ന് വരെ വിളിക്കും ഇപ്പോഴും. അവരോട് പറയാറുണ്ട്. നല്ല, പക്ഷെ അവരെല്ലാം സപ്പോർട്ട് ചെയ്യും. അഭിനയമായിട്ട് ആടി നിർത്തി നല്ല എത്രയും പെട്ടെന്ന് അടുത്ത വർക്കിലേക്ക് എത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര കട്ട സപ്പോർട്ടാണ് എല്ലാവരും. ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ നമുക്ക് ആദ്യം ജീവനെ പറ്റിയിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും. ജീവൻ എന്ന സിനിമ, അതിനെ പറ്റി പറയാമോ? എന്താണ് അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ചതും? ഇപ്പൊ സിനിമ ഡയറക്ഷൻ മാത്രമല്ല, കഥ പോലെ എഴുതിയത് സാറാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം അനുഭവം. അമിത മദ്യപാനത്തെ പറ്റിയാണ് ഈ സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ അമിത മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് വെള്ളം സിനിമയാണ്. അതിൽ നമ്മുടെ സ്പിരിറ്റ് അല്ല, റിയൽ ലൈഫ് സ്റ്റോറി ആയുമ്പോൾ മുരളിച്ചേട്ടൻ്റെ കഥ പറഞ്ഞു, ആളുടെ ആ ഒരു സക്സസ് സ്റ്റോറി എല്ലാം പറഞ്ഞു. അപ്പം അതേപോലെ നമ്മുടെ ഇതില് വിനോദ് സർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സക്സസ് സ്റ്റോറി തിരിച്ച് ലൈഫിലോട്ട് വരുന്ന സ്റ്റോറിയാണ് പറയുന്നത്. ഇത് റിയൽ സ്റ്റോറിയാണ്. ഇപ്പം എങ്ങനെ പറഞ്ഞു തുടങ്ങാം, കൺഫ്യൂഷൻ. കഥ എഴുതിയത് വെച്ചിട്ട് പറഞ്ഞോളെ, എങ്ങനെ എഴുതാനുണ്ടായിരുന്ന സാഹചര്യം അങ്ങനെ പറഞ്ഞു. ഇല്ല, അമിത മദ്യപാനം മൂലം ഞാനിപ്പോൾ ഒരു 4 വർഷമായി മദ്യപാനം നടത്തിയിട്ട്. അതിന് മുമ്പ് ഒരു 5-6 വർഷം ആണ് വളരെ ക്രോണിക്കായത്. ഇപ്പോൾ അമിത മദ്യപാനം മൂലം നമ്മളെ സൊസൈറ്റിയിൽ നിന്നും ഒക്കെ സ്വന്തം തൊഴിലിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ വെള്ളത്തിൽ പറയാം. പക്ഷേ ഈ സിനിമയുടെ ഒരു റൂട്ട് ബേസിക്കലി അതല്ല. അമിത മദ്യപാനം എന്ന രോഗാവസ്ഥ അത് ഉണ്ടാക്കുന്ന മറ്റ് ഇഷ്യൂസുണ്ട്. ചിലർക്ക് കിഡ്നിയും ഇൻറ്റേർണൽ ഓർഗൻസ്, കിഡ്നിയും ബ്രെയിൻ ഒക്കെ സാധാരണഗതിയിൽ ലിവർ അടിച്ചു പോയിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇതിലെ ജീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ബ്രെയിനെയാണ് ബാധിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു ലെവലിൽ അടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലൂസിനേറ്റഡ് ആയിപ്പോൾ ഹാലൂസിനേഷനിൽ നിന്ന് റിയാലിറ്റിയിലേക്കും ഒക്കെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാറി വരും. ഈ മാറി വന്ന റിയാലിറ്റിയിലേക്ക് വരുമ്പം അത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. പക്ഷേ ഒരു മദ്യപാനം നിർത്തണമെന്ന് വളരെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ നാളുകൊണ്ട് ആലോചിക്കുമ്പോഴും മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ശരീരം സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ തിരിച്ചു. പക്ഷേ അത് അത്രയും കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുമ്പോൾ 26 സുഹൃത്തുക്കളിലധികം പേര് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ മരിച്ചു. ആ സമയമായപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കുന്ന നഷ്ടം, വേദന ചെറുതല്ല. നമുക്ക് ഭയം തോന്നാറില്ലെങ്കിൽ പോലും അങ്ങനെ നിർത്തണമെന്ന് വളരെ നാളുകളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് നിർത്താൻ സാധിക്കത്തില്ല.
അതിനെ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നിർത്തി ഞാൻ ഹാലൂസിനേറ്റഡ് ആയിപ്പോയി. അങ്ങനെ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഫോക്കസ് അതാണ്. മറ്റേത് ഇപ്പം മുരളിച്ചേട്ടൻ്റെ കഥ പറയുന്ന അത് എല്ലായിടത്തുനിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട. പക്ഷെ ഇവിടെ ജീവൻ്റെ ഭ്രമാത്മകമായ യാത്രയാണ്. അവൻ്റെ ഇല്ലാത്ത കാഴ്ചകൾ കാണുകയും ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന വല്ലാത്ത ഭീകരതയാണത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇതില് ടൈറ്റില് ആ പേരില് ഒരു വെട്ട് പോലെ വീണിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ജീവൻ്റെ വളരെ സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ സൗഹൃദങ്ങളിലോ ഒന്നും ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യന് സ്വന്തം കുഴപ്പം കൊണ്ട് അത് വലിച്ചേറി കളയാണ്. അതൊന്ന് ഒരു എന്താ പറയാ സിംബോളൈഫൈ ചെയ്തതല്ല ഒരു വെട്ടെന്ന് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര ഡീപ്പ് മീനിങ് ഉണ്ട് സത്യം പറഞ്ഞാൽ. ആ പേര് കീറിക്കളയുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും നമ്മളെല്ലായിടത്തും ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്, ജീവൻ പറയുന്നുണ്ട്. സുഹൃത്തായി പ്രൈസ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് എടാ നമുക്ക് എത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലും കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം വളരെ സീരിയസ് ആയിട്ട് പക്ഷേ കള്ളിൻ്റെ മണം ഉണ്ടാകും. ഞാൻ പറയാം അവർ ചിലപ്പോൾ കേൾക്കും, അതിനെ ആ തരത്തിലേക്ക് കണക്ക് കൂട്ടും, ഒട്ടും വില കൽപ്പിക്കത്തില്ല. ഇപ്പം ഈ പറഞ്ഞൊരു കാര്യം ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഒരു ക്യാരക്ടറിനോട് പറയുന്ന പോലെയാണ്. ശരിക്കും ജീവിതത്തിലും ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വിലയിരുത്തുന്ന ഒരു അവസ്ഥ. അതെ അതെ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് അവരുടെ കുറ്റമല്ല. അവർ ഫാമിലിയായിട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുമായിരിക്കും. ഞാൻ കലാപകാരി അല്ലെങ്കിൽ കൂടിയും ഇവന് ഏണിയാകുമോ, കാരണം അടിച്ചിട്ടുണ്ടോ ഇല്ലയോ, കാരണം 24 മണിക്കൂറും വെള്ളം എന്നുള്ളൊരു അവസ്ഥയാണ്. ഇവനിപ്പോൾ അടിച്ചിട്ടാണോ നിൽക്കുന്നത് അല്ലയോ, അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, അടുത്ത സുഹൃത്തുക്കൾ പോലും അടുത്ത ബന്ധുക്കൾ ഒക്കെ കണ്ടിട്ടും കാണാത്ത മട്ടില്ല പെട്ടെന്ന് ഫോണൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മദ്യമല്ല നേരം. അപ്പം ഇതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയധികം നമ്മൾ ഒഴിവാക്കി ഒറ്റ ഫംഗ്ഷന് പോകത്തില്ലായിരുന്നു. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒന്നും വീടുകളിലേക്ക് പോവുകയോ അവരെ വിളിക്കുകയോ അങ്ങനെ വളരെ അപൂർവമായിട്ടെങ്ങാനും എന്താ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രമേ വിളിയോ ഒക്കെയുള്ളൂ. കാരണം നമ്മളെ സത്യത്തിൽ അധികപ്പറ്റാകും. അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ മാത്രം കുറ്റമാണ്. ആ ഒരു റിയലൈസേഷനാണ് ഈ ഒരു ചേഞ്ചിനുള്ള ഡിസിഷൻ എടുത്തത്. അതെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സിനിമാ മേഖലയിൽ തന്നെയായിരുന്നു. ഗോവിന്ദൻകുട്ടി തിരക്കിലാണെന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ്. പിന്നീട് ഈ ലൈം ലൈറ്റിൽ നിന്ന് ഞാൻ മറ്റൊരവസ്ഥയിലേക്ക് മാറി. എനിക്കിതിലേക്കൊക്കെ ലൈം ലൈറ്റിലേക്കൊന്നും പോകണ്ട, എനിക്ക് സ്വന്തം ജീവിതത്തിലേക്കെങ്കിലും തിരിച്ചു വരണം എന്ന് എന്താ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കും പോലും നടക്കത്തില്ല. കാരണം ഇതൊരു രോഗാവസ്ഥയാണ് എന്ന് ആരും കണക്ക് കൂട്ടത്തില്ല. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പറയുന്നത് കേൾക്കാൻ. എനിക്ക് വെള്ളവടി നിർത്തണം, ഇവർ ചിരിച്ചു കേരളത്തേ ഉള്ളൂ, ഇത് എത്ര കേട്ടിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ജീവനെ മദ്യപാനം നിർത്തുന്ന കാര്യം പറയുമ്പം സുഹൃത്തായ നമ്മുടെ പ്രൊഡ്യൂസർമാരിലൊരാളായ സുനിൽ പണിക്കർ അവതരിപ്പിച്ച പീഡി പഞ്ചർ ദിനേശൻ പീഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡിയെന്ന്. കാരണം ഒരു കുടിയനും എല്ലാ കുടിയന്മാർക്കും കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ ജീവിതത്തിലേക്കും ഈ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ തിരിച്ചു വരണം. മറ്റുള്ള പാട്ടസിൻ കണ്ടായിരുന്നു. പാട്ടസിനെ കാണുമ്പോൾ അറിയാം ഇവർക്ക് ബാക്കിയുള്ളവരെ പോലെ തന്നെ തീർച്ചയായിട്ടും ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ അടുത്ത് നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആരും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നിർത്തിയേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നത്. അത് നമ്മൾ തന്നെ തീരുമാനിച്ചാലേ
നിർത്തത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയല്ലോ ദൈവത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാൻ ഒരു ആളുണ്ടായി എന്നൊക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ റിലേറ്റീവ്സ്, അയൽക്കാർ, നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴും കുടിക്കുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അവർ വിളിക്കും, ഷാപ്പിൽ നിന്ന് വരെ വിളിക്കും ഇപ്പോഴും. അവരോട് പറയാറുണ്ട് നല്ല, പക്ഷെ അവരെല്ലാം സപ്പോർട്ട് ചെയ്യും. അഭിനയമായിട്ട് ആടി നിർത്തി നല്ല എത്രയും പെട്ടെന്ന് അടുത്ത വർക്കിലേക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര കട്ട സപ്പോർട്ടാണ് എല്ലാവരും. അതുകൊണ്ട് അവരോട് പറയാറുണ്ടോ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കൺട്രോൾ അവർക്കെല്ലാം അറിയാം, വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പം കുടി നിർത്തിയതിന് ശേഷം ആണ് മനസ്സിലായത് ഇവൻ പറയുന്നത് ശരിയായിരുന്നു, നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് ശരിയാണ്, പക്ഷെ എനിക്ക് ഇതിലേക്ക് ലൈഫിലേക്ക് തിരിച്ചെത്തിയേ പറ്റുള്ളായിരുന്നു. പിന്നെ കരിയറിലേക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാട്ട് സീനിൽ ഞാനൊരു സീൻ കണ്ടായിരുന്നു. ആളിങ്ങനെ കുടിച്ചിട്ട് റോട്ടിൽ കിടന്നിട്ട് ഒരു പട്ടി വന്നിട്ട് നക്കുന്ന സീന്. ശരിക്കും അത് റിയൽ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അതോ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ? ഓട്ടോബയോഗ്രഫി ആണെങ്കിലും നമ്മൾ സിനിമയിൽ നമ്മൾ യഥാർത്ഥ ലൈഫ് കാണിച്ച ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ മാത്രം ഞാൻ മഹാനൊന്നും അല്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു സംഭവം പറയുമ്പോൾ അത് സിനിമാറ്റിക്കാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവസ്ഥ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ പല സുഹൃത്തുക്കളും പല അവസരങ്ങളിൽ പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ അതാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു സിനിമയിൽ പാട്ടുകളും എല്ലാം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആളുടെ അവസ്ഥ കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് എനിക്ക് മ്യൂസിക് വേണ്ടതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളോ ഈ മ്യൂസിക് ഡയറക്ടറിനോട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസാ കൊടുത്തേ? തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പറഞ്ഞ എല്ലാ തലമുറയ്ക്കും ഡൈജസ്റ്റീവ് അതാണ് മെയിൻ കാര്യം വേണ്ടത്. അതെ അതെ. പിന്നെ സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഗോപിസുന്ദറിനെ അറിയാം. ഷിബു ചക്രവർത്തിയാണ് ലിറിക്സ്, ഷിബു ചേട്ടനും അറിയാം. അപ്പം അവർ കൃത്യമായിട്ട് എല്ലാ തലമുറയ്ക്കും അതെന്താണ് വേണ്ടതെന്ന് അതേ അളവിൽ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോപിസുന്ദരാണെങ്കിലും ഓൾറെഡി നമ്മുടെ യൂത്തിന്റെ പൾസ് അറിയുന്ന ഒരാളും കൂടിയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ കാസ്റ്റ് പെട്ടെന്ന് വന്ന് കേട്ട് ഒരു ദിവസം നിന്ന് അങ്ങ് മറന്നു പോകരുത്, അങ്ങനത്തെ പാട്ടുകൾ വേണം. എന്നാല് യൂത്തിനെ ആസ്വദിക്കാനും പറ്റും. ഇപ്പൊ ഇതിന്റെ കാസ്റ്റ് എന്ന് പറയുന്നത് സിനു സിദ്ധാർത്ഥാണല്ലോ മെയിൻ ഹീറോ. ആളാണെങ്കിൽ എന്താ പറയാ, ക്യാമറകളുടെ പിറകെ നിൽക്കുന്ന ആള്, മുന്നിൽ വരുന്നതിനേക്കാളും. അപ്പൊ അങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ടാണ് ഇപ്പൊ സാറിന്റെ ഒരു ക്യാരക്ടറിലോട്ട് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ജീവിതം പ്രസന്റ് ചെയ്യാനുള്ള ആളെ ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് ആളെ ചൂസ് ചെയ്യാൻ കാരണം? മലയാളം, തമിഴ്, ഹിന്ദി അടക്കം 30-ലേറെ സിനിമകളുടെ DOP ആയിട്ട് വർക്ക് ചെയ്തതാണ് സിനിമ. അദ്ദേഹത്തെ തീർച്ചയായിട്ടും DOP ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് വിളിച്ചത്. പക്ഷേ ഈ സബ്ജക്റ്റിൻ്റെ ഓരോ ഘട്ടം, ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ പുതുമുഖങ്ങളും അധികം തീരുമാനിച്ചത് ഒരു പ്രേക്ഷകനൊരു മുൻവിധി ഉണ്ടാകാതിരിക്കുക എന്നുള്ള വിചാരിച്ചിരുന്നു. അപ്പോൾ ഓരോ ഡിസ്കഷൻ കഴിയുന്നവർ ഇദ്ദേഹത്തിന് ജീവൻ്റെ ചലനങ്ങളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് അദ്ദേഹം വല്ലാതെ ക്യാരക്ടറായിട്ട് മാറാൻ തുടങ്ങി. അപ്പം മാത്രമല്ല, എൻ്റെ പ്രൊഡ്യൂസർ സുനിൽ പണിക്കരും സിനു സിദ്ധാർത്ഥും നല്ല സൗഹൃദമാണ്, ഞാനുമായിട്ടും അതെ. അപ്പോൾ ഇതിനകത്തൊരു ഈ വല്ലാത്ത കഥാപാത്രമായിട്ട് മാറും. പിന്നെ ഈ അടുപ്പം, ഈ ബന്ധം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാറുന്നത്. എൻ്റെ ലൈഫാണെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കൃത്യമായിട്ട് അതിലേക്ക് അങ്ങ് എത്തി. പിന്നെ ആളെ ആ ഒരു ക്യാരക്ടറിൽ വന്ന ശേഷം ആളെ അല്ലാണ്ട് വേറൊരാളെയും സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയായിരുന്നു. ഇല്ല, സിനു സിദ്ധാർത്ഥ് ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. ഒരുപക്ഷെ അദ്ദേഹം
അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ശരിക്കും അദ്ദേഹം വരാൻ താമസിച്ച എന്താണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് എന്ന് മാത്രമേ എനിക്ക് സംശയം. കംപ്ലീറ്റ് ആക്ടറാണ്. കാരണം നമുക്കത് അതിൻ്റെ ട്രെയിലർ കാണുമ്പോഴേ, സോങ് കാണുമ്പോഴേ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഒരു പുതുമുഖ നടൻ്റെ ചലനങ്ങളോ പതർച്ചയോ ഒന്നുമില്ല. ചെറിയ ചെറിയ അവിടെ തമാശയ്ക്ക് ഓരോ സുഹൃത്തുക്കൾ ഡയറക്ടേഴ്സ് വിളിച്ച് ഒന്ന് അങ്ങനെ അത് നമുക്ക് കിട്ടിയ, കാരണം സിനു അവതരിപ്പിച്ച ജീവൻ എന്ന ടൈറ്റിൽ ക്യാരക്ടറിൻ്റെ ഈ ഭ്രമാത്മകമായ യാത്രയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ത്രൂട്ട് ആ ക്യാരക്ടറിൻ്റെ ലൈഫിലേക്ക് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് മറ്റുള്ളത്. ഇതിനകത്ത് ആ മറ്റുള്ളവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇരട്ടി സന്തോഷം ഉണ്ടാക്കുന്നത്. ഇപ്പം സുനിൽ പണിക്കരാണെങ്കിലും എൻ്റെ ഈ ചിത്രം അവതരിപ്പിച്ച ഗോപിയ ഫിലിംസിന് വേണ്ടി അവതരിപ്പിച്ച വിജയേട്ടൻ, റൂബി വിജയേട്ടനാണെങ്കിലും, വിജയേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സ്വാതന്ത്ര്യമാണ്, ജീവൻ്റെ അച്ഛനാണ്. അതുപോലെ വന്ന ഓരോരുത്തരും അവരുടെ സിഗ്നേച്ചർ സ്വന്തം സിഗ്നേച്ചർ ഇട്ട് കൃത്യമായിട്ട് ഇട്ടിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. ഇതിൽ 100ഓളം പുതിയ ആർട്ടിസ്റ്റുകളാണ്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം അവർ ഒരു 5 or 6 പേരുടെ ശബ്ദം, ബാക്കി എല്ലാവരും അവരവരുടെ ശബ്ദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വല്ലാത്ത ശബ്ദ വൈവിധ്യം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥിരം പാറ്റേൺ വിട്ടിട്ട് കൂടെ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ തീർച്ചയായിട്ടും അവരുടെ സഹായം, സേവനം നമുക്ക് വേണ്ടി വന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ഇതിൽ പലരും ഡബിങ് തിയേറ്റർ ആദ്യമായിട്ടാണ് പക്ഷെ അതിൻ്റെ പതർച്ചയൊന്നുമില്ലാതെ അത്രയും ഒരു കംഫർട്ട് സോണിലേക്ക് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയുന്നത്, ഒരിക്കലും ഇതൊരു ഉപദേശ സിനിമയല്ല, ഒരു ഡോക്യുമെൻറ്റേഷൻ ഫീലില്ല. എൻ്റെ കുറച്ച് നാളത്തെ ഞാനെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ മദ്യപിക്കുക എന്നുള്ളത്. അപ്പം അത് കണ്ട് നിങ്ങൾ നിർത്തണമെന്നോ അങ്ങനെ ഒരു ഉപദേശമേ ഇല്ല. ഇത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മളിലോ നമ്മുടെ ചുറ്റുപാടിലോ ജീവിത പരിസരങ്ങളിലോ നമ്മുടെ കുടുംബത്തിലോ സൗഹൃദങ്ങളിലോ ഒക്കെ ഈ ജീവനുണ്ട്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല. അപ്പം ഒത്തിരി ജീവന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ തിയേറ്ററിൽ തീർച്ചയായിട്ടും കണ്ട് വിജയിപ്പിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ ഇനി നല്ല നല്ല പടങ്ങളായിട്ട് നമ്മുടെ മലയാളം സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.